So hello dear guys, അപ്പോൾ ഒപ്പാമ്പിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വെരി ഈസി ആയിക്കൊണ്ട് ഒപ്പാമ്പ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക രണ്ട് ടൈപ്പ് ഒപ്പാമ്പ് ആയിരിക്കും, ഒന്ന് ഇൻവേർട്ടിങ്ങും മറ്റൊന്ന് നോൺ ഇൻവേർട്ടിങ്ങും. നോൺ ഇൻവേർട്ടിങ് ഒപ്പാമ്പ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് 1+RF ഡിവൈഡഡ് ബൈ RI ഇൻറ്റു ഇൻപുട്ട് ആയിരിക്കും. അതേപോലെ അത് ഇൻവേർട്ടിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു -RF ഡിവൈഡ് ബൈ RI ഇൻറ്റു V ഇൻപുട്ട് ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടും ഒപ്പാമ്പിൻ്റെ സിമ്പിൾ സർക്യൂട്ടുകൾ മാത്രമാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഈ RF ഫീഡ്ബാക്ക് റെസിസ്റ്ററുകൾ കണ്ടെത്തുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ടും ക്രിസ്റ്റോഫ് ലോയാണ്. എങ്ങനെയാണ് അത് എന്നുള്ളത് ഈ ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിലൂടെ നോക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ടത് വാട്ട് എവർ ദ ഇൻപുട്ട് ഇൻ ദ പോസിറ്റീവ് ടെർമിനൽ വിൽ ബി ഈക്വൽ ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓർ നെഗറ്റീവ് ടെർമിനൽ ഈക്വൽ ടു പോസിറ്റീവ് ടെർമിനൽ. ഈ രണ്ടാളുകളെയും ഇൻപുട്ട് ടെർമിനലുകളിലെ വോൾട്ടേജ് സെയിം ആയിരിക്കും എന്നുള്ളതായിരിക്കും. വിച്ച് മീൻസ് ഇവിടെ VA ഈക്വൽ ടു VB ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇവിടെ അക്കോർഡിംഗ് ടു ദ ഗിവൺ സർക്യൂട്ട് VA എത്ര, ഇത് ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് ഇൻപുട്ട് വോൾട്ടേജ് VA അവിടെ പ്രത്യേകിച്ച് വോൾട്ടേജ് ഒന്നുമില്ല. വിച്ച് മീൻസ് മൈ VA ഈക്വൽ ടു 0, therefore VB ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഈ കേസിൽ മാത്രമാണ്. ഇനി എങ്ങനെയാണ് ക്രിസ്റ്റോഫ് ലോ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കറിയാം ഇതെന്താണ്, തീർച്ചയായിട്ടും ഇതൊരു ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. വിച്ച് മീൻസ് ഇതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇക്വേഷൻ പ്രകാരം V ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു -RF ഡിവൈഡ് ബൈ RI. ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഇതാണല്ലോ, 57 ആണ്. സോ 57 കിലോ ഓം ഡിവൈഡ് ബൈ 10 കിലോ ഓം ഇൻറ്റു V ഇൻപുട്ട്. ഇതാണല്ലോ എൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. വിച്ച് മീൻസ് മൈ V ഔട്ട് ഡിവൈഡ് ബൈ V ഇൻ ഇസ് ഈക്വൽ ടു 5.7 എന്ന് കിട്ടും. അതായത് എൻ്റെ വോൾട്ടേജ് ഗെയിൻ കിട്ടി 5.7 ആണ്. നൗ ഇതെങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് പ്രകാരം ഇതിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് VA ഈക്വൽ ടു VB ആണ്, അതെനിക്ക് കിട്ടി. നൗ അക്കോർഡിംഗ് ടു ക്രിസ്റ്റോഫ് ലോ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട്, മേ ബി ഐ എം ജസ്റ്റ് ടേക്കിംഗ് ടാസ് I, ഇതിന് ലീവ് ചെയ്യുന്ന കറണ്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ടാസ് IF. ഫീഡ്ബാക്കിലൂടെ ഉള്ളതായതുകൊണ്ട് IF എടുത്തു. അക്കോർഡിംഗ് ടു ക്രിസ്റ്റോഫ് ലോ I വിൽ ബി ഈക്വൽ ടു IF അല്ലേ. ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ കറണ്ടുകളും ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്യും. വിച്ച് മീൻസ് മൈ I ഇസ് ഈക്വൽ ടു IF ആണ്. വാട്ട് ഈസ് I എന്ന് വെച്ചാൽ V/R ആണ്. എന്താ V? വോൾട്ടേജ് ഡിഫറൻസ് VI മൈനസ് VB ഡിവൈഡഡ് ബൈ 10. ദിസ് വിൽ ബി ഈക്വൽ ടു VB മൈനസ് V ഔട്ട് ഡിവൈഡഡ് ബൈ 57 എന്ന് വെച്ചാൽ ഇതെൻ്റെ IF ആണ്. IF എങ്ങനെ കണ്ടു? V/R. V എങ്ങനെ? ഇതിൻ്റെ രണ്ട് ടെർമിനലിലെ നമ്മൾ കറണ്ട് ഒഴുകുന്ന രണ്ട് ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വിച്ച് മീൻസ് VB മൈനസ് VO. അതേപോലെ ഇവിടുത്തത് VI മൈനസ് VB. എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഈസിയാണ്. വിച്ച് മീൻസ് ഇവിടുന്ന് അടുത്തത് മൈനസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടി ഈസി ആകും. ഇനി ഓപ്പോസിറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് സൈൻ ഇട്ടാൽ മതി. എനിവേ അക്കോർഡിംഗ് ടു ദ ഗിവൺ സർക്യൂട്ട് വി നോ ദാറ്റ് VB ഇസ് ഈക്വൽ ടു 0. VB 0 ആണ്. വിച്ച് മീൻസ് മൈ VI ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു മൈനസ് V ഔട്ട് ഡിവൈഡ് ബൈ 57. This implies that my V out divided by VI will be equal to -5.7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു. സോ 5.7 -5.7 രണ്ടിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് പ്രകാരം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. നൗ ദ നെക്സ്റ്റ് സർക്യൂട്ട്. ഇതേപോലെ ഒത്തിരി സർക്യൂട്ടുകൾ നോക്കാം. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ഒന്നുമില്ല. വിച്ച് മീൻസ് പ്രത്യേകിച്ച് ഒരു വോൾട്ടേജും ഇല്ല. സോ ഇവിടെയാണ് എൻ്റെ അപ്ലൈഡ് വോൾട്ടേജ് ഉള്ളത്. എന്ന് വെച്ചാൽ ഈ ടെർമിനലിലൂടെയാണ് അപ്ലൈഡ് വോൾട്ടേജ് പോകുന്നത്. ഇതൊരു നെഗറ്റീവാണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറാണ്. -RF/RI തന്നെയാണ്. അപ്പോൾ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് നോക്കണം. ഇൻപുട്ട് വോൾട്ടേജ് നിങ്ങൾക്കറിയാം ഇവിടെ 2 വോൾട്ടാണ്. ദിസ് ഈസ് എ വോൾട്ടേജ് ഫോളോ ഓവർ അല്ലേ. ഇത് വോൾട്ടേജ് ഫോളോ ഓവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 2 വോൾട്ട് തന്നെയായിരിക്കും. ഇതിൻ്റെ ഈ ഔട്ട്പുട്ടാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്, റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പ്രകാരം വിച്ച് മീൻസ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു -RF -100 ഡിവൈഡ് ബൈ RI 20 ഇൻറ്റു 2 വോൾട്ട് എന്ന് കിട്ടും. ദിസ് വിൽ ബി ഈക്വൽ ടു ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? 2 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു, -10 വോൾട്ട് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി ഇക്വേഷൻ വെക്കാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കൺസെപ്റ്റ് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടൂലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുക. ഇവിടെ എൻ്റെ VA വിച്ച് ഈസ് ഈക്വൽ ടു 0 ആൻഡ് മൈ VB. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഗിവൻ ഇക്വേഷൻ 2 മൈനസ് VA ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു
വി ബി മൈനസ്, ഓക്കെ ഇവിടെ വി എ ആണ്, സോറി വി ബി ആണ്, വി ബി മൈനസ് വി ഔട്ട് ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടും. വേറെ ഒന്നുമല്ല, നേരത്തെ അതേപോലെ തന്നെ ഇതിലേക്ക് വരുന്ന കറണ്ട് ഐ ആയിട്ട് എടുത്തു, ഇതിൽ നിന്ന് പോകുന്ന കറണ്ട് ഐ എഫ് ആയിട്ട് എടുത്തു. ദ സെയിം ഈ ഒരു ഇക്വേഷനും നമുക്ക് കിട്ടും വി ബി ഈസ് ഈക്വൾ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് കിട്ടുന്നത് -10 വോൾട്ട് തന്നെയായിരിക്കും. സോ മൈ വി ഔട്ട് വിൽ ബി ഈക്വൾ ടു -10 വോൾട്ട്. ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂലേ? സോ ദ സെയിം അടുത്ത സർക്യൂട്ട് നോക്കാം. ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി, കാരണം ഇവിടെ 3 റെസിസ്റ്ററിൽ കൂടെയാണ് എൻ്റെ ഇൻപുട്ട് വരുന്നത്. നോൺ ഇൻവേർട്ടിംഗ് തന്നെയാണ്, പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതേപോലെ തന്നെ എത്രയാണ് വോൾട്ടേജ് ഇതിൻ്റെ എല്ലാം കൂടെ സമ്മായിട്ട് വരുന്നത് എന്നറിയില്ല. നമ്മൾക്ക് അറിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഇതിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ടെർമിനലിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതാണ്. വിച്ച് മീൻസ് ദിസ് ഈസ് മൈ വി ബി. ഞാൻ വി ബി ആയിട്ട് എടുത്തു. ആൻഡ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് ആസ് ദ വി എ. വി എ ഈക്വൾ ടു വി ബി ആണെന്നുള്ളത് എനിക്കറിയാലോ. നൗ ഇവിടെ ഇനിയാണ് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യു ഹാവ് ടു ഫൈൻഡ് ദ വി ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളെ ലോ പ്രകാരം, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പ്രകാരം നമുക്കിത് കാണൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുക. ഇതിലേക്ക് വരുന്ന കറണ്ടുകൾ എന്ന് വെച്ചാൽ I1, അതേപോലെ തന്നെ I2, അടുത്ത കറണ്ട് I3. ദിസ് ഈസ് ഈക്വൽ ടു IF അല്ലേ? സോ വിച്ച് മീൻസ് I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു IF. വാട്ട് ഈസ് I1? I1 എന്ന് പറയുന്നത് എന്താണ്? I1 എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു -4 മൈനസ് വി ബി ഡിവൈഡഡ് ബൈ 4 കിലോ ഓം ഉണ്ട്. എല്ലാം കിലോ ഓമിലായതുകൊണ്ട് ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. പ്ലസ് അടുത്തത് എന്താ? -2 മൈനസ് വി ബി ഡിവൈഡഡ് ബൈ അഗെയിൻ 4 കിലോ ഓം. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് +3 മൈനസ് വി ബി ഡിവൈഡഡ് ബൈ 4 kilo ohm. This will be equal to what? VB minus VO divided by എത്ര വരും? 6 kilo ohm എന്ന് വരും. ഇവിടെ എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. My VA equal to VB ആണ്, which implies that VA equal to VB ആണ്, which is equal to 0 ആണ്. സോ അങ്ങനെ എല്ലാ ഇക്വേഷനിലും VB 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? VB 0, VB 0, VB 0, ഇവിടെയും VB 0, which means my out of this will be equal to -4 ഉണ്ട്, then -2 ഉണ്ട്, പിന്നെ +3 ഉണ്ട് അല്ലേ? ആ ഡിവൈഡ് ബൈ 4 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് -V0 × 4 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ദിസ് വിൽ ബി ഈക്വൽ ടു -6 + 3, ദാറ്റ് വിൽ ബി ഈക്വൽ ടു -3 എന്ന് കിട്ടും. -3 ഈക്വൽ ടു -V0 × 4 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 6 × 3 ഡിവൈഡ് ബൈ 4, 9/2 കിട്ടും. ദാറ്റ് ഈക്വൽ ടു 4.5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ അടുത്ത സർക്യൂട്ട് നോക്കാം. ഈ ഒരു സർക്യൂട്ടിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓഫ് കോഴ്സ് ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ പ്ലസ് ടെർമിനലിലേക്കാണ് എൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇവിടെയാണ് വോൾട്ടേജ്. ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും? ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറാണ്. അപ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഔട്ട് ഇസ് ഈക്വൽ ടു 1 + RF ഡിവൈഡഡ് ബൈ RI ഇൻറ്റു വി ഇൻപുട്ട്. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, എപ്പോഴും ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നൊരു പാർട്ട് തരുന്നതാ. ഇവിടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് എത്രയാണ്? 2 കിലോ ഓം ആണ്. ഇൻപുട്ട് വോൾട്ടേജോ ഇൻപുട്ട് റെസിസ്റ്ററോ RI എന്ന് പറയുന്നത് 1 കിലോ ഓമാ. ഒരിക്കലും RI എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ അല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ റെസിസ്റ്റർ കോമ്പിനേഷൻ കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ടോട്ടലി ഇതിലേക്കൊരു വോൾട്ടേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും. അതാണ് നമ്മളെ വി ഇൻ. അപ്പോൾ വി ഇൻപുട്ടിലേക്കാണ് ഈ എല്ലാ റെസിസ്റ്ററുകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വി ഇൻപുട്ട്. ഞാൻ ജസ്റ്റ് ഇത് വി ബി ആയിട്ട് എടുത്തു. ഓഫ് കോഴ്സ് അത് വി ബി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇതും എന്തായിരിക്കും? തീർച്ചയായിട്ടും വി ബി ആയിരിക്കും. വിച്ച് മീൻസ് ദ സെയിം വോൾട്ട് തന്നെയായിരിക്കും എനിക്ക് അവിടെ കിട്ടുന്നത്. നൗ അക്കോർഡിംഗ് ടു ക്രിച്ചോഫ് ലോ പ്രകാരം, പിന്നെ അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് പ്രകാരമാണ് സോൾവ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് പ്രകാരം 2 കാര്യങ്ങളാണ്. ഒന്ന് ഇതേ വോൾട്ടേജ് ആയിരിക്കും ഇവിടെ. രണ്ടാമതായിട്ട് കറണ്ട് എൻറ്ററിങ് ഇൻ ടു ദ ഒപ്പാമ്പ് 0 ആയിരിക്കും. നേരത്തെ നമ്മൾ കണ്ടു ഇതിലൂടെ വരുന്നത് ഇതിലൂടെ ഫീഡ്ബാക്കിലൂടെയാണ് പോകുന്നത്. വിച്ച് മീൻസ് ഇങ്ങോട്ടുള്ളത് 0 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ മൈ ലെറ്റ് ദിസ് കറണ്ട് ഇസ് ഈക്വൽ ടു I1 and this is equal to I2 and this is equal to I3. Now according to Kirchhoff law, my I1 plus I2 plus
I3 ഈക്വൽ ടു 0 ആയിരിക്കും. വാട്ട് ഈസ് മൈ I1? I1 എന്ന് വെച്ചാൽ 1 മൈനസ് വി ബി ഡിവൈഡഡ് ബൈ 1 കിലോ ഓം ആണ്, പ്ലസ് അടുത്തത് എത്ര 2 മൈനസ് വി ബി ഡിവൈഡഡ് ബൈ 2 കിലോ ഓം ആണ്. അടുത്തത് എത്രയാണ് 3 മൈനസ് വി ബി ഡിവൈഡ് ബൈ 3 കിലോ ഓം ആണ്. റൈറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്. നൗ വി ഹാവ് ടു ഫൈൻഡ് വി ബി. വി ബി കണ്ടെത്തിയാലാണ് എനിക്ക് എന്ത് കിട്ടുക, എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കിട്ടുക. കാരണം വി ബി ആണ് ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ്. സോ വിച്ച് മീൻസ് അത് തന്നെയാണ് എൻ്റെ ഈ ഒരു സർക്യൂട്ടിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ്. സോ അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. റൈറ്റ്, വി ബി കാണാൻ ഈസിയാണ്. കാരണം ഈ എൻ്റയർ ഇക്വേഷന് എനിക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ദിസ് വിൽ ബി ഈക്വൽ ടു ഇവിടെ എല്ലാ ഇക്വേഷനും 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സോ ഞാൻ എൻ്റയർ ഇക്വേഷൻ എന്ത് ചെയ്യാണ്, 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ LCM എടുക്കാനാണ്, എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഫാക്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ 6 മൈനസ് 6 വി ബി ഇവിടെ എന്ത് ചെയ്താൽ മതി, മുകളിലും താഴെയും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 6 മൈനസ് 3 വി ബി എന്ന് കിട്ടും. താഴത്ത് ഡിവൈഡ് ബൈ 6, ഇവിടെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 6 മൈനസ് 2 വി ബി എന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു 0. എൻ്റയർ ഡിവൈഡ് ബൈ 6 എന്നുണ്ടാകും. സോ ഞാൻ അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു 0. ഇവിടെ എന്തുണ്ട്, മൈനസ് 6 വി ബി മൈനസ് 3 വി ബി മൈനസ് 9 വി ബി ആയി, ബാക്കി മൈനസ് 2 വി ബി. സോ മൈനസ് 11 വി ബി ആയി. 6ഉം 12ഉം 6ഉം കൂടെ 18. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈ 18 വിൽ ബി ഈക്വൽ ടു 11 വി ബി എന്ന് കിട്ടും. സോ മൈ വി ബി ഇസ് ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ 11. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഇനി കാര്യങ്ങൾ എളുപ്പമല്ലേ, കാരണം ബാക്കി കാണാൻ വെരി ഈസിയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് വാട്ട് ഈസ് മൈ RF 2 ആണ്, RI 1 ആണ്. സോ ഇൻറ്റു 18 ഡിവൈഡ് ബൈ 11, ദിസ് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് 2 3 ആണ്. 3 ഇൻറ്റു 8 54 കിട്ടും. 54 ഡിവൈഡ് ബൈ 11 ഉണ്ടാകും. നിയർലി 4.9 വോൾട്ട് ആയിരിക്കും എൻ്റെ ഔട്ട്പുട്ട്. ക്ലിയർ ആയിട്ടുണ്ടോടാ? അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ബിക്കോസ് ഇവിടെ ഇതാണ് എൻ്റെ ഇൻപുട്ട് ആയിട്ടുള്ള സർക്യൂട്ട്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒന്നുകൂടെ ചെറിയതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി എന്നൊന്നും പറയാനില്ല, ചെറിയൊരു ചേഞ്ചസ് ആണ് വരുത്തിയത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഭാഗം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 2 കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇവിടെ ഇത് നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ടും ചെയ്യാം, അല്ലാതെ കാരണം 2 ഭാഗത്തും എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സർക്യൂട്ടുകൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ബേസിക്കലി നമുക്ക് കിർച്ചോഫ് ലോ തന്നെ അപ്ലൈ ചെയ്താൽ മതി. സോ ഓഫ് കോഴ്സ് ഇവിടുത്തെ വോൾട്ടും സെയിം ആയിരിക്കും. സോ ആ ഒരു കൺസെപ്റ്റ് ഞാൻ യൂസ് ചെയ്യണം. ജസ്റ്റ് ടേക്കിംഗ് ദിസ് ആസ് എ VA ആൻഡ് ഹിയർ ഇറ്റ് ആസ് എ VB. VAയും VB ഞാൻ എടുത്തു. ഞാനത് കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്. നൗ ഈ VA നോക്കിക്കേ, VA എന്ന് പറയുന്നത് ഇവിടെയുള്ള വോൾട്ടേജ് അല്ലേ. അവിടെയുള്ള വോൾട്ടേജ് എങ്ങനെ കാണാൻ പറ്റും, അവിടെയുള്ള വോൾട്ടേജ് എനി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V is equal to I into R. റൈറ്റ്, എന്താ ഇവിടുത്തെ റെസിസ്റ്റർ, ഈ റെസിസ്റ്റർ, അതായത് ഇവിടെ മൊത്തം 4 വോൾട്ടാണ്. ഈ സർക്യൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 4 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ 4 വോൾട്ട് ഇവിടെയും കുറച്ച് ഡ്രോപ്പ് ആകും, ഇവിടെയും കുറച്ച് ഡ്രോപ്പ് ആകും അല്ലേ, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ആവുന്നത് VB മൈനസ് 0 ആണ് ഇവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ VA എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രോപ്പ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇത് ഒരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് എനിക്ക് കറണ്ട് കണ്ടെത്തണം. ഈ കറണ്ട് എന്ന് വെച്ചാൽ എന്താ, അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കിക്കേ, 2 ടെർമിനൽ നോക്കുകയാണെങ്കിൽ 4 മൈനസ് 0 ആണ് ഈ ടെർമിനൽ തമ്മിലുള്ള അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ടാകുക. വിച്ച് മീൻസ് 4 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 10 പ്ലസ് 1.5 വരും ഇൻറ്റു R. എന്ന് വെച്ചാൽ എന്താ, ഏതാണോ നമ്മൾ കറണ്ട് കാണുന്നത്, എവിടെയാണോ വോൾട്ടേജ് കാണുന്നത് അവിടെയുള്ള റെസിസ്റ്റൻസ് ആണ്. വിച്ച് മീൻസ് 1.5 ആണ്. സോ ഇൻറ്റു 1.5 എന്ന് കിട്ടും. ദിസ് വിൽ ബി ഈക്വൽ ടു 4 ഇൻറ്റു 3 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 2 എന്നുണ്ടാകും. ഇവിടെ എത്ര ഉണ്ടാകും, 11.5 എന്നുണ്ടാകും. സോ ഇവിടെ 11.5 എന്നുണ്ട്. 11.5 വേണമെങ്കിൽ 22 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പൊക്കോളും. എനിവേ വി വിൽ ബി ഗെറ്റിംഗ് ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 11.5 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 0.522 വോൾട്ട് നിയർലി. ഓക്കെ, സോ ഇപ്പോൾ ഈ VA എനിക്ക് കിട്ടി എത്ര, 0.52 ആണ് എൻ്റെ VA. സോ VA ഈക്വൽ ടു VB ആണ്. ഇനി അടുത്തതായിട്ട് VB എനിക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കണ്ടെത്തി ഇതിൽ നിന്നാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. കാരണം ഈ ഒരു സർക്യൂട്ടാണ് ഞാൻ ഔട്ട്പുട്ടിന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത്. റൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കേ, ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ഇവിടെ മേ ബി ദിസ് ഈസ് മൈ I1 and this is my I2
ആൻഡ് ദിസ് ഈസ് മൈ IF അക്കോർഡിംഗ് ടു ക്രിച്ചോഫ് ലോ. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഉണ്ടാക്കിയിട്ട് വി ഔട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ I1 പ്ലസ് I2 ഈക്വൽ ടു IF. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു I1 എന്താ, I1 എന്ന് വെച്ചാൽ ഇവിടെ VB ആണ്. സോ 1.5 മൈനസ് VB ഡിവൈഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് അത് എത്രയാണ് 10 കിലോ ഓം ആണ്. പ്ലസ് I2 എത്രയാണ്, I2 എന്ന് പറയുന്നത് 3 ആണ്. സോ 3 മൈനസ് VB ഡിവൈഡ് ബൈ അവിടുത്തെ വോൾട്ടേജ് എത്ര 10 ആണ്, അഗെയിൻ 10 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു VB മൈനസ് V ഔട്ട് ഡിവൈഡ് ബൈ എത്ര വരിക 100 വരും, ഡിവൈഡ് ബൈ 100 വരും, റൈറ്റ്. നീ എല്ലാ 10നെയും ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 10 ആയി മാറി. നൗ അഗെയിൻ എനിക്കറിയാം മൈ VA ഈക്വൽ ടു VB ആണ്, VA ഈക്വൽ ടു VB ആണെന്നുള്ളത് അറിയാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.522. അത് ഞാൻ ഇവിടെ നേരെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്. 10 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 1.5 മൈനസ് VB പിന്നെ ഇവിടുത്തെ ഇത് അങ്ങോട്ട് പോകുമ്പോൾ എഗെയിൻ അവിടെയും എന്തുണ്ടാകും, ഒരു മൈനസ് VB ഉണ്ടാകും. സോ വിച്ച് മീൻസ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ നോക്കിക്കേ എനിക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഏതാണ് എന്നുണ്ടെങ്കിൽ 1.5 ഇവിടെ ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ കൂടി കഴിഞ്ഞാൽ എന്താക്കും 4.5 ആകും. സോ 4.5 മൈനസ് VB മൈനസ് VB 2VB ഉണ്ടാകും, 2VB വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് V0 പ്ലസ് അവിടെ നിന്നുണ്ട് VB എന്നുണ്ട്. ഓഫ് കോഴ്സ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ ഞാൻ VA എന്ന് എടുക്കുകയാണ്, കാരണം VB ഈക്വൽ ടു VA ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ VA എടുത്തു, ഇവിടെയും പ്ലസ് VA എന്ന് വരും. സോ ഇത് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 3VA ആകും. ഇവിടെ മൈനസ് V0 ഉണ്ടല്ലോ, സോ എനിക്ക് മൈനസ് V0 ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ. മൈനസ് V0 വിൽ ബി ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 4.5 മൈനസ് എത്ര വരിക, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു VA ഉണ്ട്. സോ മൈനസ് 3VB എന്ന് വരും. സോ എൻ്റെ ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഇക്വേഷന് ഞാൻ നേരെ എൻ്റെ 10നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ് എന്നുണ്ടെങ്കിലും എന്താ വരിക, ഈ ഇക്വേഷനിൽ ഇവിടെ 4.5 ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഇവിടെ 20 ഉണ്ട്, ഇവിടെ 4.5 ഉണ്ട്, ഇവിടെ 2 വോൾട്ടും ഉണ്ട്. ദെൻ ഇവിടെ മൈനസ് V0 ആൻഡ് 10 ആണുള്ളത്. സോ ഇവിടെ ഡിവൈഡ് ബൈ 10 ഉണ്ടായിരുന്നു. സോ ആ 10 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഇക്വേഷനെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എൻ്റെ ഇക്വേഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു 45 മൈനസ് 20VA ഈക്വൽ ടു മൈനസ് V0 പ്ലസ് VA എന്ന് കിട്ടും. Now we have to find V out. V out will be equal to minus V out will be equal to 45 minus 20 ഇവിടെ ഉണ്ട്, അങ്ങോട്ട് വന്ന് 21 ആകും, 21 VA നമുക്കറിയാലോ. 45 മൈനസ് 21 ഇൻറ്റു 0.522 ന്യൂമറിക്കൽ കിട്ടിയല്ലോ, മൈനസ് 34.56 വോൾട്ട് എന്ന് കിട്ടും. ഈസി അല്ലേടാ. അപ്പോൾ മെത്തേഡ് പഠിച്ചു വെക്കുക. ഒരിക്കലും ഈ ഒപ്പാമ്പിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ ഒരിക്കലും കിട്ടില്ല, അത് ചെയ്യാനായിട്ട് പറ്റില്ല, തെറ്റും. അപ്പോൾ ഈ സർക്യൂട്ടുകൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കൺസെപ്റ്റുകൾ രണ്ടാണ്. ഒന്ന് ഇവിടെയും ഇവിടെയും വരുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും, രണ്ടാമതായിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് 0 ആയിരിക്കും, മൂന്നാമതായിട്ട് ഈ വരുന്ന കറണ്ടുകൾ തന്നെയാണ് ഇതിലൂടെ പോകുന്നത്. ആ 3 കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഏത് കൊമ്പത്തെ സർക്യൂട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നൗ ദ നെക്സ്റ്റ് വൺ, ഇതും മറ്റതും തമ്മിൽ എന്താ ഡിഫറൻസ് നോക്കിക്കേ. ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്തില്ല, ഇനീഷ്യലി വോൾട്ടേജ് ഒന്നും തന്നിട്ടില്ല. നൗ ദിസ് സീംസ് ടു ബി വെരി ഈസി, നേരത്തേതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ. സോ ഓഫ് കോഴ്സ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കണ്ടെത്തണം. ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് എ VA. അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുക. RFും RI ഒക്കെ ഗിവൺ ആണ്, കാരണം ദിസ് ഈസ് എ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. കാരണം അപ്ലൈഡ് വോൾട്ടേജ് ഉള്ളത് എവിടെയാണ്, പോസിറ്റീവ് ടെർമിനലാണ്. സോ ഓഫ് കോഴ്സ് ദിസ് ഈസ് എ നോൺ ഇൻവേർട്ടിംഗ് വൺ. സോ മൈ V ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് RF ഡിവൈഡഡ് ബൈ RI ഇൻറ്റു V ഇൻപുട്ട്, റൈറ്റ്. ഇനി V ഇൻപുട്ട് കാണണം, ഓഫ് കോഴ്സ് VA കാണണം. VA കാണണം എന്നുണ്ടെങ്കിൽ നേരത്തെ അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാം. മൈ VB വിൽ ബി ഈക്വൽ ടു V ഇസ് ഈക്വൽ ടു I ഇൻറ്റു R. I കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂപ്പ് എടുത്ത് കഴിഞ്ഞാൽ 10 വോൾട്ടാണ് അവിടെ ഉള്ളത്. അപ്ലൈഡ് വോൾട്ടേജ് 10 വോൾട്ടാണ്, ഡിവൈഡ് ബൈ രണ്ടാളും സീരീസിലാണ്. സോ 2 കിലോ ഓം ഇൻറ്റു 1 ഉണ്ടാകും, വിച്ച് മീൻസ് 5 വോൾട്ടാണ് ഇവിടെ വരുന്ന അപ്ലൈഡ് വോൾട്ടേജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെരി ഈസി കാര്യങ്ങൾ. 1 പ്ലസ് RF എത്ര 15 ആണ്, 50 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 5 എന്ന് വരും, 6 ഇൻറ്റു 5 വരും. ദാറ്റ്സ് ഈക്വൽ ടു 30 വോൾട്ട്. 30 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സിമ്പിൾ സർക്യൂട്ടുകളാണ്,
അടിപൊളി സർക്യൂട്ടുകളാണ്. സോ ദ നെക്സ്റ്റ് വൺ, അടുത്ത ലാസ്റ്റ് സർക്യൂട്ടാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്ററും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവും എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് കപ്പാസിറ്റർ വെക്കുന്ന സംഭവത്തിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും പഠിച്ചിട്ടുണ്ടാകും. അത് ഡീപ്പായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം മനസ്സിലാകും. എന്തെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് പ്രകാരം എനിക്ക് ഇവിടെയുള്ള അപ്ലൈഡ് വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും വരിക. ഓഫ് കോഴ്സ് ഇവിടെ ഉള്ളത് എന്താണ്, എൻ്റെ VA ആണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രൗണ്ടഡ് ആണ്, വിച്ച് മീൻസ് 0 ആണ്. അപ്പോൾ ഇവിടെയും എന്താണ്, ബേസിക്കലി ഇത് വെർച്വൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ചെയ്ത പോലെയാണ്. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, ഇവിടെ 2 വോൾട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. കാരണം എൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുന്നത്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതല്ലേ, ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു -RF ഡിവൈഡ് ബൈ RI ഇൻറ്റു V ഇൻപുട്ട്. ഇതിൽ ഇൻപുട്ട് എന്താ 2 വോൾട്ടാ, ഇനി ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താ 1 കിലോ ഓമാ. ഫീഡ്ബാക്ക് സർക്യൂട്ട് മാത്രമേ തീരുമാനിക്കേണ്ടതുള്ളൂ. ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടെണ്ണത്തിന് സോൾവ് ചെയ്യാണ്. കാരണം ഇവിടെ കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് ആൻ AC സർക്യൂട്ട്, AC സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ DC സോഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് രണ്ടും ചെയ്യാം. അപ്പോൾ ആദ്യം മേ ബി ദിസ് ഈസ് എ DC സോഴ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, 2 വോൾട്ട് ഇതിലൂടെ പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇത് DC ആണെങ്കിൽ കപ്പാസിറ്ററിലൂടെ പോകില്ല, വിച്ച് മീൻസ് ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ കപ്പാസിറ്റർ വെക്കാത്തതിന് തുല്യമാണ്. വെക്കാത്തതിന് തുല്യം എന്ന് വെച്ചാൽ ഈ 2 ആളുകളാണ് എൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പോൾ എൻ്റെ RF എത്രയായിരിക്കും, രണ്ടും കൂടെ സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് DC ആണ് എന്നുണ്ടെങ്കിൽ മൈ RF വിൽ ബി ഈക്വൽ ടു 2 + 3 ദാറ്റ്സ് ഈക്വൽ ടു 5 കിലോ ഓം ആണ് കിട്ടുക. വിച്ച് മീൻസ് മൈ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു -5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു V ഇൻപുട്ട് 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -10 വോൾട്ട് വരും. DC ആണെന്നുണ്ടെങ്കിൽ -10 വോൾട്ട്. നൗ ഇഫ് ഇറ്റ് ഈസ് AC ആണെങ്കിൽ എന്താ സംഭവിക്കുക, ദിസ് ഈസ് ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. എന്ന് വെച്ചാൽ കപ്പാസിറ്ററിലൂടെ എന്ത് പോകുന്ന അർത്ഥം, കപ്പാസിറ്ററിലൂടെ എൻ്റെ കറണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇവിടെ 0 ആണ്, ഇവിടെ എത്രയാണ്, ഇവിടെയും 0 ആണ്. കാരണം അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ ഗ്രൗണ്ട് പ്രകാരം. എന്ന് വെച്ചാൽ ഈ ഒരു സർക്യൂട്ടിലെ ഈ ഒരു സാധനം അങ്ങ് എഫക്റ്റ് ഇല്ലാത്ത മാതിരിയാണ്. കാരണം അതിൻ്റെ 2 ടെർമിനലിലും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 കിട്ടുക. ക്ലിയർ ആയിട്ടുണ്ടാ? ഇവിടെ ഗ്രൗണ്ട് ചെയ്തതുകൊണ്ട് അതാ മെച്ചം. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ എഫക്റ്റ് പോയി. അതെങ്ങനെ പോയെന്ന് മനസ്സിലായല്ലോ. കാരണം ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്, ഷോർട്ട് സർക്യൂട്ടാണ് വരിക. വിച്ച് മീൻസ് ഇവിടെയും എൻ്റെ ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ 0 അല്ല, തീർച്ചയായിട്ടും ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു കറണ്ട് അതിലൂടെ ഒഴുകുന്നുണ്ടാകും. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തത് 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആകെ ഇത് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. സോ വിച്ച് മീൻസ് മൈ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു -3/1 ഇൻറ്റു 2 വോൾട്ട് ദാറ്റ്സ് ഈക്വൽ ടു -6 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒപ്പാമ്പിൽ പഠിക്കാനുള്ളത്. വെരി ഈസിയാണ്. ഇനി ഇതിലെ കുറേ സർക്യൂട്ടുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എനിവേ, ഓൾ ദി ബെസ്റ്റ്.